രാവിലെ തന്നെ എഴുന്നേറ്റല്ലോ. എത്ര മണിയായോ? ഇതാരി വിളിക്കുന്നേ? ഹലോ, ആ എടാ, നീ എന്താടാ? അവിടെ നമ്മുടെ സിറ്റിയിൽ സ്പൈഡർമാൻ വന്നിട്ടുണ്ടോ? സ്പൈഡർമാനോ? ആടാ, അവിടെ സ്പൈഡർമാൻ്റെ കുറച്ച് വണ്ടികളുണ്ട്, അതൊക്കെ നമുക്ക് എടുക്കണ്ടേ? അവിടെ എടുക്കണോടാ. എടാ, സ്പൈഡർമാൻ്റെ ലൊക്കേഷൻ അറിയും നിനക്ക്? അറിയാം. എടാ, നീ ആ വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ നിനക്ക് ഞാൻ ഇച്ചിരി പൈസ തരാം, അയച്ചേക്കാം ബാങ്കിലോട്ട്. ആടാ മോനെ സെറ്റ്, ഞാൻ എന്തായാലും എടുത്തോണ്ട് വന്നേക്കാം. നീ ലൊക്കേഷൻ അഴി. അയച്ചിട്ടുണ്ട്. അതിനേക്ക് മുമ്പ് സ്പൈഡർമാനെ നമുക്ക് അവിടെ നിന്ന് മാറ്റണം. അതെങ്ങനെ മാറ്റുന്നേ? സ്പൈഡർമാനെ പോലീസ് പിടിക്കുന്ന രീതിയിലാക്കണം. നിൻ്റെ വീടിൻ്റെ പുറകിൽ ഞാൻ പോലീസ് കാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നീ പോലീസിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് വാ. ഓക്കേടാ, എന്നാൽ ശരി. ഓക്കെ, ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ സായി വിളിച്ചിട്ട് പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോലീസിൻ്റെ വേഷം ഇടണമെന്ന്. നമ്മളെ ഇവിടുന്ന് അവിടെ പോലീസിൻ്റെ വേഷം അവിടെ ഇത് മതി, മിലിറ്ററിയുടെ വേഷമാക്കാം നമുക്ക്. അവിടെ മിലിറ്ററിയുടെ വേഷമാക്കാം, ഇതുപോലെ സെറ്റ്. ഇനി നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. നമ്മൾ ഒരു ലൊക്കേഷൻ, നമ്മുടെ വീടിൻ്റെ പുറകിൽ ഒരു പോലീസ് കാർ ഇട്ടിട്ടുണ്ട്. ആ വണ്ടി എടുത്ത് പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നേരെ ചെയ്യാം, നമ്മുടെ വീടിൻ്റെ പുറകിലേക്ക് വിട്ടാം. ഓക്കെ, അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ പുറകിലെത്താം. സുഖേഷപ്പോൾ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സായി ആണെങ്കിൽ തന്നെ ഇവിടെ വണ്ടി സെറ്റാക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് നേരെ സ്പൈഡർമാൻ ആ ലൊക്കേഷൻ അവൻ അയച്ചിട്ടുണ്ട്. നമുക്ക് നേരെ സ്പൈഡർമാൻ്റെ വീട്ടിലേക്ക് പോവാം. നമുക്ക് നേരെ സ്പൈഡർമാൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാവേ. സോ നമ്മളാണെങ്കിൽ പോലീസിൻ്റെ ആ ഒരു വേഷത്തിന് നമ്മൾ നേരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് സ്പൈഡർമാൻ്റെ വീട്. നമുക്കിവിടെ പുള്ളിക്കാരനോട് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങാം. ഹലോ ചേട്ടാ, എന്തായിരുന്നു ചേട്ടാ? ചേട്ടൻ്റെ സ്പൈഡർമാനെ അറിയാം? ആരാണോ സ്പൈഡർമാൻ? സ്പൈഡർമാനാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. ഓക്കെ, സ്പൈഡർമാൻ എവിടെയാണെന്നറിയോ? അതെനിക്കറിയത്തില്ല. അവനെ ഇപ്പോൾ എല്ലാവർക്കും ഹെയ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനാണെങ്കിൽ ഏതാണ്ടോ ആരെ കൊന്നെന്നും അതുകൊണ്ട് തന്നെ അവനെ ഇപ്പോൾ ആർക്കും ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്നത് കേട്ട്. അപ്പം എങ്ങനെ നടക്കുന്നവൻ? ഇവിടെ കാണും ഉണ്ടോ അവനാണെങ്കിൽ ഇപ്പോൾ സ്യൂട്ടൊന്നും ഇടാതെ നടക്കുന്നത്. ഓക്കെ, താങ്ക് യു ചേട്ടാ, വെൽക്കം. അല്ല, താനേതോ? ഞാനാണെങ്കിൽ മിലിറ്ററിയിൽ നിന്ന് വരുമായിരുന്നു. അയ്യോ സോറി സാറേ. അതൊന്നും കുഴപ്പമില്ല, താൻ എന്തായാലും പറഞ്ഞു തന്നല്ലോ. നമുക്ക് നോക്കാം സ്പൈഡർമാൻ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഐ തിങ്ക് നമ്മൾ സ്പൈഡർമാനെ സ്പോട്ട് ചെയ്തു. എടാ, നീയല്ലേടാ സ്പൈഡർമാൻ? സ്പൈഡർമാൻ അതൊക്കെ ആരാ? മര്യാദക്ക് വിളക്കിലെടുക്കാതെ പറയടാ. അയ്യോ സോറി സാറേ, ഞാനാ സ്പൈഡർമാൻ. എന്താടാ നീ സ്യൂട്ടൊന്നും ഇടാതെ നടക്കുന്നത്? സാറേ, അത് പിന്നെ ഞാനാണല്ലോ ആരോ കൊന്നെന്നൊക്കെ പറയുന്നു. അപ്പോൾ സ്പൈഡർമാനെ, യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിനു സാറേ? കൈവക്കാം. അടങ്ങി എന്നാണം കേട്ടോ. സോറി സാറേ, ഞാൻ വണ്ടി കയറിക്കോളാം. വാ, നീ കാണിച്ചു തരാം. സോറി സാറേ. അപ്പോൾ നമുക്ക് നമ്മുടെ സായി ഒന്ന് വിളിക്കാം. സാറേ, എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും ഇല്ലടാ, മര്യാദയ്ക്കൊന്ന് വണ്ടിയെ കയറി. ഹലോടാ. എടാ, ഇവനെ സ്പൈഡർമാനെ ഞാൻ വണ്ടിക്കകത്തോട്ട് കയറ്റാൻ വേണ്ടി പോവും. അപ്പം നമുക്ക് എവിടെ കൊണ്ട് കളയാം? എടാ, നീ എവിടെയെങ്കിലും കൊണ്ട് ആ വണ്ടി അങ്ങ് ഇട്ടേക്ക്. ഓക്കേടാ. ഓക്കെ കേസ്, അപ്പം സായി വാ, വണ്ടിയിൽ കയറും. സാറേ, സ്പൈഡർമാൻ നമ്മുടെ പുറകെ വരുന്നുണ്ടേ. ഓക്കെ കേസ്, അപ്പോൾ നമ്മുടെ സ്പൈഡർമാനാണ് പുറകിൽ കയറിയിട്ടുണ്ട്. സ്പൈഡർമാനെ, സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ, എന്നെ എന്തിനാ സാറേ അറസ്റ്റ് ചെയ്യുന്നത്? സാറേ എന്തുവാണ് സാറേ കാണിക്കുക? ഇറങ്ങിക്കോ സാറേ. സോ ഗൈസ്, നമ്മുടെ പ്ലാനാണിത്. സ്പൈഡർമാൻ അവിടെ വേണം കേൾക്കട്ടെ. നമുക്ക് നേരെ പോവും ഗൈസ്. പെട്ടെന്ന് സാറേ, വണ്ടിയൊന്നും തുറക്കാം സാറേ. ഇല്ലടാ ഗൈസ്, നമുക്ക് പെട്ടെന്ന് പോവേ.
എൻ്റെ മോനെ എന്താണ്ട് അതാണ് സ്പൈഡർമാൻ്റെ വീട്. നമുക്കാണെങ്കിൽ അവിടെ ഒന്ന് ചെക്കടിച്ച് നോക്കാം. അവിടെ ഏതാണ്ട് വണ്ടികളൊക്കെ ഉണ്ടെന്നാണ് പറയണം. നമുക്ക് ഇവിടെ വണ്ടി എടുത്തിട്ട് അങ്ങോട്ടൊന്ന് പോകാവേ. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറഞ്ഞു പോവാം. എവിടെയാണ് വണ്ടികളൊക്കെ കിടക്കുന്നത് ആർക്കറിയാം. ഇപ്പം നേരെ അങ്ങോട്ട് വിടാം. ആരാണ് എൻ്റെ വീട്ടിൽ കയറുന്നേ? എന്നോട് തന്നെയാ. ഞാൻ പോലീസ് ഓഫീസറാണ്. സോറി സാറേ, എന്തിനാണ് എൻ്റെ വീട്ടിൽ കയറുന്നത്? ഇവൻ എവിടെ നിന്നാണോ സംസാരിക്കുന്നത്? ഞങ്ങളെ സ്പൈഡർമാനെ അങ്ങ് അറസ്റ്റ് ചെയ്ത്. അത് സാറേ, ഞാൻ സ്പൈഡർമാൻ ഇത് വാടകയ്ക്ക് കൊടുത്ത വീടായിരുന്നു. നല്ല കാര്യം. ഇവനൊക്കെയാണല്ലോ വാടകയ്ക്ക് കൊടുക്കുന്നത്. എനിക്ക് വീടും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തു സാറേ, കുഴപ്പമില്ല. ഇവനൊക്കെ ഏതോ വണ്ടി വീടിൻ്റെ പുറകെ കാണും. നമുക്ക് ചാവി തപ്പാവേ. നമുക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് കയറി നോക്കാം. ചാവി കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് ചാടറാ. എടാ, നമുക്ക് $1 million കിട്ടുന്ന പരിപാടിയാണ്. നല്ല പരിപാടിയാണ്. നമ്മളാണെങ്കിൽ ഈ വീടിൻ്റെ പുറകിലോട്ട് വന്നപ്പോൾ നോക്കിയതന്നെ ഇവിടെ സ്പൈഡർമാൻ്റെ സ്കോർപ്പിയോ കിടപ്പുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തും വേറെ സ്കോർപ്പിയോ ഒക്കെ കിടപ്പുണ്ട്. അവിടെ ഒരു ലംബോർഗിനി കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ട്. ഇത് പോഷാണെന്ന് തോന്നുന്നു. അപ്പോൾ സത്യം പറയല്ലേ, സ്പൈഡർമാൻ വളരെ റിച്ചാണ്. ഇത് വണ്ടിയാണ്. നമുക്ക് ചാവിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി ഉണ്ട് നിങ്ങൾ, GTR. അത് സ്പൈഡർമാൻ ലിമിറ്റഡ് എഡിഷൻ. അവിടെ നമുക്ക് വണ്ടി നമ്മുടെ സായി പറഞ്ഞ ലൊക്കേഷനിൽ കൊണ്ടിടാവേ. പറഞ്ഞ ലൊക്കേഷൻ ഏകദേശം ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ ആയിട്ട് വരും. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പോ പെടച്ചു പോ പെട്ടെന്ന് മാറ വഴിയുന്നു. വണ്ടി നിർത്തടാ. ഇവിടെ കിടക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ട് നമുക്കൊരു വണ്ടി വിളിച്ച് അങ്ങോട്ടങ്ങ് പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാവേ. എൻ്റെ പൊന്നെ, എന്ത് ഇടിയാണ് നോക്കി ഇടിച്ചത് നമ്മളെ വണ്ടി. ഗൈസ്, വീടിൻ്റെ മേളിൽ വേണ്ടൊരു വണ്ടി കിടക്കണ്. അവിടെ അത് GTR തന്നെയാണ്. പക്ഷെ അത് ഗോൾഡൻ എഡിഷനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസ് ഓവർ സ്പീഡിന് പിടിച്ച വണ്ടികളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം നമുക്കൊരു GTR ഗോൾഡൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി അത് വേണ്ട, നമുക്ക് ഈ വണ്ടി എടുക്കാം. എൻ്റെ മോനെ, അടുത്ത നമുക്ക് 2 സ്കോർപ്പിയോ ഉണ്ട്. അപ്പം ഗൈസ്, ഒരു സ്കോർപ്പിയോ കാണുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് ഇതും എടുത്തിട്ട് സ്കോർപ്പിയോ എടുക്കണം. നമുക്ക് പോഷ് എടുക്കാവേ. നമുക്ക് ഈ വണ്ടിയും കൂടെ എടുത്തിട്ട് അങ്ങോട്ടങ്ങ് കൊണ്ടിട്ടിട്ട് ഞാൻ വരാം. ഇപ്പം വരാം. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ടുണ്ട്. വേറെ വണ്ടി വിളിക്കട്ടെ. ബൈക്കെങ്കിൽ ബൈക്ക് വണ്ടി എടുത്തോയി. അപ്പം ഞാൻ നേരെ തിരിച്ചങ്ങോട്ട് പോട്ടെ. ഫൈനലി നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒന്നും നോക്കത്തില്ല. നമ്മൾ നേരെ സ്കോർപ്പിയോ നമ്മൾ എടുക്കുന്നില്ല. വരെ പോഷാണ് എടുക്കാൻ പോകുന്നത്. ഈ റയർ സാധനം പോഷ്. എൻ്റെ മോനെ സീൻ വണ്ടി. ഈ വണ്ടി എടുക്കാം. ആ ബൈക്ക് അവിടെ ഇരിക്കട്ടെ. ഈ വണ്ടിയും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നതെന്നറിയാമോ? നമുക്ക് 1 million കിട്ടുന്നത്. ഈ വണ്ടി ഒന്ന് ഇറക്കട്ടെ. നമ്മളാണെങ്കിൽ ഇതന്നെ ഈ ഒരു വണ്ടിയാണെങ്കിൽ നമ്മളിതേ അവൻ്റെ വീട്ടിൽ കൊണ്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് എടുക്കാം. ഫൈനലി നമ്മൾ ഈ വണ്ടിയാണെങ്കിൽ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. സോ നമുക്കിനി നേരെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാവേ. അപ്പോൾ അവൻ താമസിക്കുന്ന ഫ്ലാറ്റ് കണ്ട് ഇതാണ്. ഇങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ കണ്ട് ഇവിടെ കൊണ്ട് വണ്ടി ഇടാൻ പോവാണ്. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിച്ച് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. സത്യം പറഞ്ഞാലുണ്ടല്ലോ, അതുകൊണ്ട് ആ വണ്ടി അവിടെ കിടക്കുകയാണ്, നമ്മുടെ ഈ പോഷ്. സത്യം പറഞ്ഞാൽ ആ വണ്ടി എനിക്ക് ഇറക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട ഇവിടെ നോക്കുമ്പോഴത്തേക്കിന് റോട്ടിൽ കൂടെ പോയ വണ്ടിയാണ് ഞാൻ എടുത്തത്. എന്നിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. ഏത് വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സ്പൈഡർമാൻ്റെ വണ്ടി എന്തായാലും എടുത്തിട്ടുണ്ട്. നമ്മൾ 2-3 എടുത്തായിരുന്നു. GTR എടുത്തും
ഒരു പോർഷ് എടുത്തു. അതുപോലെ തന്നെ നമ്മളിതെടുത്തു, ലംബോർഗിനി V2 എടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ ശ്രമിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് അടിച്ച് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ, ഇവിടെ $10 million. അവൻ പറഞ്ഞ 1 million എന്നല്ലേ, നമുക്ക് 10 million കിട്ടി. ഹറേ ബൈ.